ഇവൻ തന്നെ. സോ ഹലോ. സോ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ അല്ല മറന്നുപോയി. ദിസ് ഈസ് മൈ എക്സാം ബ്ലോഗ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് എക്സാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഞാൻ എന്നാലും ഒന്നും പഠിച്ചില്ല. ഞാൻ കള്ളൊന്നും പറയുന്നില്ല, സത്യമാണ്. ഞാൻ ഇന്നലെ തീരെ പഠിച്ചില്ല, മീൻസ് തീരെ ഒന്നും പഠിച്ചില്ല. പ്രോബ്ലംസ് കുറച്ചൊക്കെ അറിയാം, ബിക്കോസ് എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ കുറേ ലീവായിരുന്നു കോളേജിൽ, സെക്കൻഡ് സെം, എസ്പെഷ്യലി സെക്കൻഡ് സെം. സോ ഈ എക്സാമിൽ എന്താണെന്ന് അറിയില്ല. എക്സാം ഇപ്പം ഞാൻ എക്സാം സെൻറ്ററിലാണ്, മീൻസ് കോളേജിലാണ്. എന്താണെന്ന് അറിയില്ല. നോക്കട്ടെ, കണ്ടില്ലേ, വേർത്ത് കുടിച്ച്. ബിക്കോസ് എൻ്റെ ബോഡി അങ്ങനെയാണ്, നല്ല ഹീറ്റുള്ള ബോഡി. ഈ ഇതിൻ്റെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ ഫുള്ള് തണുത്തിട്ടും നല്ല ചൂടെടുത്ത് വേർത്ത് കുളിച്ച്. സോ ഫസ്റ്റ് എക്സാമാണ്, ഫസ്റ്റ് പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാതെ എത്ര ടഫാണെന്ന്. എനിക്ക് ടഫാണെന്ന് പറയാം. മേ ബി ബാക്കിയുള്ളവർക്കത് ഈസി ആയിരിക്കാം, എനിക്കത് ടഫാണ്. സോ നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും ഞാൻ പോയി എക്സാം ചെയ്തിട്ട് എന്നിട്ട് വരാം. സോ ഈ വ്ളോഗ് ഒരു ദിവസത്തെ വ്ളോഗായിരിക്കില്ല. ഇനി എത്ര എക്സാമാണോ വരുന്നത്, എല്ലാ എക്സാമത്തെ വ്ളോഗും ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്യും. ഓക്കെ, എക്സാം കഴിഞ്ഞു. എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ ഐ ജസ്റ്റ് പോപ്ഡ് ഇൻ എക്സാം. ഒന്നും എഴുതിയില്ല, ഫെയിലാവും. അതിൻ്റെ ഡിപ്രഷനിലാണ് ഞാൻ, ബിക്കോസ് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആവുന്നത്. എല്ലാം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പഠിച്ചതൊക്കെ കൺഫ്യൂസ് ആയിപ്പോയി. സോ ഐ ഹാവ് നോ ഐഡിയ വാട്ട് കൻ ഐ ഡു. സപ്ലി കിട്ടും, ഫസ്റ്റ് റാങ്ക് വരില്ല, ഉറപ്പിച്ചു. എന്ത് ചെയ്യും, ഐ ഹാവ് നോ ഐഡിയ. സോ ഇനി അടുത്ത എക്സാം എക്കണോമിക്സ് ആണ്, അത് മറ്റന്നാളാണ് എക്സാം. സോ ജൂൺ 4th. ഈ വ്ളോഗ് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല. സോ ജൂൺ 4th എക്സാം ഉണ്ട്, എക്കണോമിക്സ് എക്സാം. സോ നോക്കാം, അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. സോ ദിസ് ഈസ് ഡേ 2, മീൻസ് രണ്ടാമത്തെ എക്സാം. മൈനർ 1 എക്കണോമിക്സ് ആണ് എടുത്തത്. സോ പഠിച്ചോ എന്ന് ചോദിച്ചാൽ യെസ്, പഠിച്ചു. കുറച്ചൊക്കെ പഠിച്ചു, ഫുള്ള് പഠിച്ച് അങ്ങനെയൊന്നും ഞാൻ പറയില്ല, ഏകദേശം പഠിച്ചിട്ടുണ്ട്. പാസ്സാവാനുള്ള മാർക്ക് കിട്ടായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഐ ഹാവ് നോ ഐഡിയ. സോ ഞാൻ കോളേജിലേക്ക് നടക്കുകയാണ്, എത്താനായി. സോ പോകണം. കൂടെ നടക്കാൻ ആരില്ല എന്ന് ചോദിക്കേണ്ട, ഞാനപ്പോൾ ഒറ്റയ്ക്കാണ്. എക്കണോമിക്സ് എടുക്കാൻ കാരണം ഫസ്റ്റ് സെമ്മിൽ എല്ലാവരും എക്കണോമിക്സ് ആണ് എടുത്തത്, ബികോം ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം. എന്നിട്ട് ഫസ്റ്റ് സെമ്മിൽ കുറേ ആൾക്കാർ ഫെയിലായി. അപ്പോൾ എന്ത് ചെയ്ത്, സെക്കൻഡ് സെമ്മിൽ എല്ലാവരും മൈനർ 1 ഹിസ്റ്ററി എടുത്ത്. പക്ഷെ ഞാൻ മാത്രം എടുത്തില്ല, ബിക്കോസ് എനിക്ക് ആ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ ടീച്ചർ കാണുമെന്നറിയില്ല, ബട്ട് സ്റ്റിൽ, ബിക്കോസ് ഞാൻ ഇങ്ങനെ ഓരോ മണ്ടത്തനങ്ങൾ ചോദിക്കും. ലൈക്ക്, മിസ്സേ നാട്ടിലാരാ, വീട്ടിലെന്താ, ഇന്ത്യയിലാരാ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല സത്യത്തിൽ, ബട്ട് ഞാൻ ചോദിക്കും. അത് അവർ സഹിക്കുന്നില്ല. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതാ ഞാൻ കോളേജിലെത്താനായി പോവാണ്. ഞാൻ വ്ളോഗ് എടുക്കുന്ന കണ്ട ഒരു ആൾക്കാർ ഒരുമാതിരി ഇങ്ങനെ നോട്ടം നോക്കും. സോ അത് കണ്ടോട്ടെ, കുഴപ്പമില്ല. ഞാൻ ഏതായാലും കോളേജിലെത്തി, കാണിച്ചു തരാം. ഞാൻ പോട്ടെ. ഓക്കെ, വേർത്ത് കുടിച്ച് ഐ എം സോ ഡൺ വിത്ത് ദിസ് എക്കണോമിക്സ് സബ്ജക്ട്. ബിക്കോസ് എന്താ ഇപ്പോൾ പറയുക, കുറേ ഉണ്ട്, എനിക്കാവില്ല പഠിക്കാൻ. എന്തത് ലൈക്ക് ഒരു ടോപ്പിക്ക്, അതിന് ക്യാരക്ടറിസ്റ്റിക്, അങ്ങനെ കുറേ ഉണ്ട്, ഡിറ്റർമിൻസ്, ഇൻസ്ട്രുമെൻ്റ്, എന്ത്. സോ എനിക്ക് നല്ലോണം കൺഫ്യൂസ് ആവുന്നുണ്ട്. പഠിച്ചില്ല, ഞാൻ കള്ളം പറയുന്നില്ല, പഠിച്ച് ഒരു 2-3 പ്രാവശ്യം റിവിഷൻ ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഫുൾ ഫോം അല്ലാണ്ട് ഷോർട്ട് ഫോം ഉണ്ടാവില്ലേ, CPI, WPI, അങ്ങനെ കുറേ ഉണ്ട്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അങ്ങനെ. അപ്പോൾ അതൊക്കെ ഇനിഷ്യൽ വൈസ് വരുമ്പോൾ ഞാൻ നല്ലോണം കൺഫ്യൂസ് ആവും. മോറോവർ എക്കണോമിക്സിൽ മെയിൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നോക്കട്ടെ. കഴിഞ്ഞ സെമ്മിൽ ഞാനാണ് ടോപ്പർ. ഈ സെമ്മിൽ എന്താവെന്ന് അറിയില്ല, നോക്കട്ടെ. കഴിഞ്ഞ സെമ്മിൽ എനിക്ക് ഒരു ഗോളുണ്ടായിരുന്നു, ലൈക്ക്
ഫസ്റ്റ് റാങ്ക് എടുക്കണം. ഐ ഡിഡ് ഇറ്റ്. സോ ഈ സെമ്മിൽ അങ്ങനെ ഒന്നുമില്ല. ഫസ്റ്റ് റാങ്ക് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ബിക്കോസ് എൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഐ ക്യാൻ ഡു. സോ എപ്പോഴും ഞാൻ തന്നെ ഫസ്റ്റ് റാങ്ക് വന്നാൽ ഇറ്റ് ഡസൻ ഫീൽ സ്പെഷ്യൽ എനിമോർ, റൈറ്റ്? സോ ലെറ്റ് മീ തിങ്ക്. എഴുതിയിട്ട് വരാം. സോ എക്സാം കഴിഞ്ഞു, എഴുതി, നല്ല രസമുണ്ടായിരുന്നു. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. സോ ലെറ്റ് മീ സീ എത്ര മാർക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല, നോക്കാം. സോ ഇനി അടുത്ത എക്സാം 4 ദിവസം കഴിഞ്ഞിട്ടാണ്. സോ ഇനി 4 ദിവസം ലീവുണ്ട്. സോ ബാക്കി വരുന്ന എക്സാം മൊത്തം അടുപ്പിച്ചിട്ടുള്ള എക്സാമാണ്. അപ്പോൾ ഒന്ന് നല്ലോണം പഠിക്കണം. ഓരോ ദിവസത്തിന് ഓരോ സബ്ജക്റ്റ്. ഇപ്പോൾ ലാസ്റ്റ് ഏതാണോ എക്സാം അത് ഞാൻ നാളെ പഠിക്കും. അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ്, പിന്നെ അങ്ങനെ ബാക്ക്വേർഡ്സ് ആയിട്ട് പഠിക്കും. ലാസ്റ്റിൽ അന്നത്തേക്ക് സോഷ്യോളജിയാണ് മൈനർ 2. സോ കുറച്ച് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട്, ലൈക്ക് ഏത് കോളേജിലാണ് ഞാൻ പഠിക്കുന്നതെന്ന്. ഞാൻ ഒരു കോളേജാണ്, ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നില്ല. കോളേജിൽ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, ബട്ട് എനിക്ക് വേണ്ടി ഈ കോളേജിൽ ആരും വരണ്ട, ഓക്കെ? ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. പിന്നെ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ചേർന്നിട്ട് വേണ്ട. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഫോർ മീ, ഓക്കെ? ഇത് നല്ല കോളേജാണ്. ഇഫ് യു ഹാവ് എ ഫ്രണ്ട്സ്, ഇറ്റ്സ് വെരി, എന്താ പറയുക, ഇഫ് യു റിയലി ഹാവ് എ ഫ്രണ്ട്സ് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ ഫോർ യു. ബട്ട് ഫ്രണ്ട്സ് ഇല്ലാത്ത ലൈക്ക് മീ, എന്നെ പോലുള്ള ആൾക്കാർ വരികയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ തിങ്ക് അഗൈൻ, ഈ കോളേജ് വേണോ വേണ്ടേ എന്നുള്ളത് ഇറ്റ്സ് അപ്പ് ടു യു, ഓക്കെ? ഇത് എന്തെങ്ങനെ കണ്ട. സോ എക്സാം കഴിഞ്ഞു. ഇന്ന് സോഷ്യോളജി എക്സാം ആയിരുന്നു. മാസ് മീഡിയ ആൻഡ് കൾച്ചർ, അല്ല മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. എഴുതി, നല്ലോണം എഴുതി. സോ പാസ്സാവും. A+ കിട്ടാമെന്നറിയില്ല, പക്ഷേ B+ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നാളെ വീഡിയോ എടുക്കാം. ഹായ്, ആക്ച്വലി 2 ദിവസം വീഡിയോ എടുത്തില്ല. ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡേ ഓഫ് എക്സാം MDC. സോ എന്താ ഞാൻ പറയാൻ വന്നാൽ മറന്നുപോയല്ലോ. സോ ഞാൻ എന്താ പറയാൻ വന്നത് മറന്നുപോയി. സോ ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡേ ഓഫ് എക്സാം ആൻഡ് ലാസ്റ്റ് ഡേ ഓഫ് ഫസ്റ്റ് സെമിസ്റ്റർ. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ഫസ്റ്റ് ഇയർ. അങ്ങനെ വേണമെങ്കിൽ പറയാം. എക്സാം ലാസ്റ്റ് എക്സാം ആയിരുന്നു. ദാറ്റ് വാസ് വെരി ഗുഡ്. കുഴപ്പമില്ല, നല്ലോണം എഴുതിക്ക്. ദർ ഇസ് വൺ പ്രോബ്ലം വിത്ത് ദാറ്റ്. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു മിനിയാന്ന്. ഞാൻ ഇംഗ്ലീഷ് എക്സാം ആയതുകൊണ്ട് അത് നല്ലോണം എഴുതി. ഇന്നലെ ഹിന്ദി എക്സാം അടിപൊളിയായിരുന്നു, പക്ഷെ പൊട്ടുന്നേ ഉള്ളൂ. കാരണം എനിക്ക് ഹിന്ദി എഴുതാനറിയില്ല. എഴുതാനും വായിക്കാനറിയാം, ബട്ട് ഗ്രമറ്റിക്കലി ഒന്ന് അങ്ങനെ എഴുതാനറിയില്ല. ഗ്രമറ്റിക്കലി ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതുന്ന ആ ടൈപ്പല്ല ഞാൻ. സോ എന്തൊക്കെയോ എഴുതിച്ച് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. പിന്നെ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നല്ലോണം അറ്റൻഡ് ചെയ്ത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് എക്സാം ആൻഡ് നൗ ഞാൻ വീട്ടിൽ പോവാണ്. ആൻഡ് ഇനി നാളെ ഞാൻ ബാംഗ്ലൂർ പോവും. എക്സാം കഴിഞ്ഞു, സമാധാനമായി. ഇനി വീട്ടിൽ പോയിട്ടൊന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം, വേറെ ഒന്നുമില്ല എനിക്ക്. ആൻഡ് വോട്ട് ഐ ഹാവ് ടു സേ, ഇനി നാളെ ഞാൻ ചിലപ്പോൾ ബാംഗ്ലൂർ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ എന്തായാലും പോവും, ബാംഗ്ലൂർ പോവും. എക്സാം കഴിഞ്ഞില്ലേ, അപ്പോൾ ഒന്ന് സമാധാനത്തോടെ 2 ദിവസം ജീവിക്കട്ടെ. സോ ആ ടൈമിൽ ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിരിക്കില്ല. ഓൾറെഡി ഞാൻ ഈ റീൽസൊക്കെ എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീലൊക്കെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ റീൽസൊക്കെ വരും, വ്ളോഗ്സ് വരും, ബട്ട് ഞാൻ ആക്റ്റീവ് ആയിരിക്കില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ വ്ളോഗ് ഓഫ് എക്സാം. സോ ദിസ് ഈസ് ദ എക്സാം വ്ളോഗ്. സോ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ. സോ അത്രേ ഉള്ളൂ. Hi guys, follow for more. Okay, so bye guys, subscribe for more. Okay.